ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റാണ്. കൈ-സ്ക്വയർ ടെസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എക്സ്-സ്ക്വയർ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ടി ടെസ്റ്റും സെഡ് ടെസ്റ്റും എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് ഇനി നമ്മൾ നോക്കുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് കൈ-സ്ക്വയർ ടെസ്റ്റ്? എങ്ങനെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കിന്ന് നോക്കാനുള്ളത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന രണ്ട് ടെസ്റ്റുകളും സെഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ പാരാമെട്രിക് ടെസ്റ്റ് ആയിരുന്നു. ഇത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളതൊക്കെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ്റെ പാരാമീറ്ററിനായിട്ട് ഒരു ഡയറക്റ്റ് ഒരു ലിങ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ടി ടെസ്റ്റ് സെഡ് ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ എന്നുള്ളത്, ഇപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഡി ഈസ് ഈക്വൽ ടു ഇന്നതായിരിക്കും എന്ന് പറയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ അത്തരം ഒരു അസംഷൻ ഇല്ലാതെയാണ് നമ്മൾ ഈ പ്രോബ്ലം, അത്തരം അസംഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റിലൂടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അസംഷനിൽ ഒരു പാരാമീറ്റർ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പെർട്ടിക്കുലർ ഫോം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഏതെങ്കിലും ഒരു ഫോമുമായിട്ട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏതെങ്കിലും ഒരു ഫോമുമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ കമ്പയർ ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ അതിനോട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കില്ല നമ്മൾക്ക് ഈ ടെസ്റ്റ് കിട്ടുന്നതെന്നാണ്. ദേ ഡു നോട്ട് മേക്ക് എനി അസംഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള അസംഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷനെ കുറിച്ചുള്ള അസംഷൻ എന്ത് ചെയ്യില്ല, നമുക്ക് തരൂല, അല്ലെങ്കിൽ അത്തരം ഒരു അസംഷൻ തന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് പോപ്പുലേഷൻ മീൻ ഇത്രയായിരുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ എസ് ഡി ഇത്രയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് അതൊന്നും അത്തരത്തിലുള്ള ഒരു എസ്റ്റിമേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കൈ-സ്ക്വയർ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റുവേഷൻസ് നോക്കാം. 3 തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കൈ-സ്ക്വയർ ടെസ്റ്റുകൾ ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. അതിലൊന്നാമത്തത് വെൻ ഹൈപ്പോത്തസിസ് ഡസ് നോട്ട് ഫോളോ എ പാരാമീറ്റർ ഓഫ് ദ പോപ്പുലേഷൻ. ഹൈപ്പോത്തസിസ് പോപ്പുലേഷൻ്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഫോളോ ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ മീൻ ഇത്രയാണ്, അതുകൊണ്ട് അതാണ് നമ്മളെ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഹൈപ്പോത്തസിസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പോപ്പുലേഷൻ മീനിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു പാരാമീറ്റർ, ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്റർ നമ്മൾ ഹൈപ്പോത്തസിസിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ. മറ്റൊരു സിറ്റുവേഷൻ വെൻ ഒബ്സർവേഷൻസ് ആർ നോട്ട് ആക്യുറേറ്റ്. ഒബ്സർവേഷൻ എന്തല്ല, ആക്യുറേറ്റ് ഒബ്സർവേഷൻ അല്ലാത്ത കേസുകളിൽ. മൂന്നാമത്തത് നോട്ട് ക്ലിയർലി ആൻഡ് കറക്റ്റ്ലി നോൺ അസംഷൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടാണ് കറക്റ്റായിട്ടും പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ക്ലിയർ ആൻഡ് കറക്റ്റ് ആകുമ്പോൾ നമുക്കൊരു വാല്യൂ വെച്ചിട്ട് പറയാൻ കഴിയില്ല, ഇത്ര എമൗണ്ടാണ് അസ്യൂം ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസംഷൻ ഒരു സെൻറ്റൻസിലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഒരിക്കലും ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് അതിന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ക്ലിയർലി ആൻഡ് കറക്റ്റ്ലി നോൺ അസംഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻസ്. ഈ 3 സിറ്റുവേഷൻസും ഒന്നിച്ച് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഈ 3 സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് എന്താണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് നോക്കാം. കൈ-സ്ക്വയർ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയും.
ഇതിനെ ഇങ്ങനെയാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇൻ വിച്ച് the test statistic follows x square distribution is called chi-square test അല്ലെങ്കിൽ x-square test. നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ x-square ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, x-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടേബിൾ മുതിർന്ന ആ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പറയാം chi-square ടെസ്റ്റ് എന്ന് പറയാം. അതായത് പറയുന്നത് വിച്ച് ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് of a distribution without any assumption about the distribution of the population. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആണ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും തിയററ്റിക്കൽ ഫ്രീക്വൻസീസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു അസംഷൻ വിത്തൗട്ട് എനി അസംഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്. അതിനെക്കുറിച്ചുള്ള അസംഷനും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മളിതിനെ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് സംഗതികൾ, ഒന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആണ്. എന്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്നുള്ളതും തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്നുള്ളതൊക്കെ നമ്മൾ പറയും. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതും അതേപോലെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ് തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം അതിനെ പിന്നെ ഈ അതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുക. ഇനി എങ്ങനെയാണ് ആ ടെസ്റ്റ് നടത്തേണ്ടത്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കാൾ പേഴ്സൺ ആണ്. ഇൻ 1990s 1990 കാൾ പേഴ്സൺ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ വരുന്നത് x² = സിഗ്മ O - E (² / E) ആണ്. ഇവിടെ സിഗ്മൻ്റെ സിമ്പിൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഉപയോഗിച്ചതാണ്. സിഗ്മൻ്റെ സിമ്പിൾ യഥാർത്ഥ സിമ്പിൾ തന്നെയാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിഗ്മൻ്റെ സിമ്പിൾ തന്നെയാണ് ഇവിടെ പിന്നെ മൊബൈലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ സിഗ്മ O - E (² / E). എന്താണ് O? O മീൻസ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, E മീൻസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ദെൻ E എന്താണ്, ഈ എങ്ങനെയാണ് കണ്ടെത്തുക, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടെത്തുക? ഞാൻ നേരത്തെ പറഞ്ഞു ഓ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആയിരിക്കും. പിന്നെ നമുക്ക് കണ്ടെത്തേണ്ടി വരിക ഇ ആണ്. ഇ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് RT × CT / T. RT മീൻസ് റോ ടോട്ടൽ, CT മീൻസ് കോളം ടോട്ടൽ, T = ടോട്ടൽ ഓഫ് റോസ് ആൻഡ് കോളംസ്. അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് തന്നെ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ ഓൺലി 1 റോ ഉള്ളെങ്കിൽ, ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ n-1 എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് സ്വീകരിക്കുക. ടോട്ടൽ -1 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ അവിടെ സ്വീകരിക്കുക, ഒരു റോ മാത്രമുള്ള കേസിലാണെങ്കിൽ. ഇനി ഒരു റോ മാത്രമല്ല, ഒരുപാട് ഓൾ അതർ കേസസ് ആണ്. ഒന്നിൽ കൂടുതൽ എത്ര റോ ഉണ്ടെങ്കിലും, എത്ര റോ കോളം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തരുന്നുള്ള C-1 × R-1. സി മീൻസ് കോളാണ്, ടോട്ടൽ കോളത്തിൻ്റെ എണ്ണം -1 ഇൻറ്റു റോയുടെ എണ്ണം -1. ഇതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേബിൾ വാല്യൂ കാണാൻ നമുക്കറിയാം. അങ്ങനെ ടേബിൾ വാല്യൂ കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. ആ പ്രോബ്ലത്തിലൂടെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണ് ഒരു ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദ ഫോളോയിങ് റിസൾട്ട്സ് വേർ ഒബ്റ്റെയിൻഡ്. ഒരു എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ റിസൾട്ട്സ് ആണ്. ഇവിടെ പിന്നെ 2 കോളായിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഒരു ഇന്നൊക്കുലേറ്റഡ്, നോട്ട് ഇന്നൊക്കുലേറ്റഡും ആണ്. അതിൻ്റെ അഫക്റ്റഡും നോട്ട് അഫക്റ്റഡും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്നൊക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുത്തിവെപ്പ് എടുക്കലാണല്ലോ. കുത്തിവെപ്പ് എടുക്കുന്ന നമ്മൾ പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിവെപ്പ് എടുക്കുന്നതിനാണ് പറയുക ഇന്നൊക്കുലേറ്റഡ് എന്ന് പറയാം. നോട്ട് ഇന്നൊക്കുലേറ്റഡ് പറഞ്ഞാൽ കുത്തിവെപ്പ് എടുത്തിട്ടില്ലാത്ത കേസുകൾ. അതിൻ്റെ ഒന്ന് അഫക്റ്റ് ചെയ്തത്, നോട്ട് അഫക്റ്റഡ് ചെയ്യാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 12 ആളുകളാണ് അഫക്റ്റ് ചെയ്തത്. ഒന്നാമത്തെ ഇന്നൊക്കുലേറ്റഡ് ആയിട്ടുള്ള 12 ആളുകൾ അഫക്റ്റ് ചെയ്തു. നോട്ട് ഇന്നൊക്കുലേറ്റുള്ള 16 ആളുകൾക്ക് അഫക്ഷൻ ഉണ്ടായി. പിന്നെ പറഞ്ഞത് നോട്ട് അഫക്റ്റഡ് ആയിട്ടുള്ളത് ഇന്നൊക്കുലേറ്റഡ് ആയിട്ടുള്ള 26 ആളുകൾക്ക് അഫക്റ്റ് ചെയ്തില്ല. അതുപോലെ നോട്ട് ഇന്നൊക്കുലേറ്റഡ് ആയിട്ടുള്ള 14 ആളുകൾക്ക് അഫക്റ്റ് ചെയ്തില്ല. ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്.
താഴെ പറയുന്നത് നോക്കാം. കമ്പ്യൂട്ട് എക്സ് സ്ക്വയർ ടെസ്റ്റ് ആൻഡ് കൺക്ലൂഡ് വെദർ ദ ഇൻഒക്കുലേഷൻ ഈസ് എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് TB. അപ്പോൾ പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എക്സ് സ്ക്വയർ ടെസ്റ്റാണ്. എക്സ് സ്ക്വയർ ടെസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഇൻഒക്കുലേഷൻ എഫക്റ്റീവ് ആണോ പ്രിവെൻറ്റിങ് TB എന്ന രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഇൻഒക്കുലേഷൻ ഇനോക്കുലേഷൻ എഫക്റ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെ ഹൈപ്പോത്തിസിസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കിട്ടുന്ന വാല്യൂ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാണുന്നു. അതിനെ നമ്മളെ ഡിഗ്രി ഓഫ് നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അത് കുറവാണെങ്കിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പിന്നെ H0 അല്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ദർ ഈസ് ഇനോക്കുലേഷൻ ഈസ് എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് TB. അതാണ് നമ്മൾ H0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ O മൈനസ് E ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ E. O എന്താണെന്ന് E എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ E എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ RT ഇൻറ്റു CT ഡിവൈഡ് ബൈ T ആണ് നമുക്ക് E ആയിട്ട് കിട്ടുക. അങ്ങനെ O നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് തന്നെയാണ്. അതെങ്ങനെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻസ് ശരിക്ക് മനപ്പാടാക്കി വെക്കുക. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കണ്ടെത്തുക, അല്ലെങ്കിൽ O കണ്ടെത്തുക എന്നുള്ളതാണ്. O നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ടോട്ടലുകൾ കണ്ടെത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടൽ കണ്ടെത്തിയിട്ടാണ് നമുക്ക് E കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ റോ ടോട്ടലും കോളം ടോട്ടലും കണ്ടെത്തി. ആദ്യം 12 + 26 അതാണ് എൻ്റെ ഫസ്റ്റ് റോ ടോട്ടൽ, 38 കിട്ടി. ദെൻ 16 + 14 അതാണ് നമ്മളെ സെക്കൻഡ് റോ ടോട്ടൽ 30. ദെൻ കോളം ടോട്ടൽ 12 + 16 28, 26 + 14 40 അതാണ് നമ്മുടെ കോളം ടോട്ടൽസ്. ഇനി ഇതിൻ്റെ കോളത്തിൻ്റെ റോയുടെയും കൂടി ടോട്ടലാണ് 68. രണ്ട് കോളം ടോട്ടലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 68 കിട്ടും. രണ്ട് റോ ടോട്ടലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 68 കിട്ടും. അങ്ങനെ ഒരു ടേബിളാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിൾ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി E കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. E = RT × CT ഡിവൈഡ് ബൈ T. അപ്പോൾ എന്താണ് RT എന്നുള്ളതാണ്. നമ്മൾ ഈ 4 വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 4 വാല്യൂവിൻ്റെയും E നമ്മൾ കണ്ടെത്തണം. അതിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ വാല്യൂ 12 ആണ്. അപ്പോൾ 12ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ 12 ഉൾക്കൊള്ളുന്ന റോ ടോട്ടലും 12 ഉൾക്കൊള്ളുന്ന കോളം ടോട്ടലും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 12 ഉൾക്കൊള്ളുന്ന റോ ടോട്ടൽ അതേതാണ് 38 ആണ്. 12 ഉൾക്കൊള്ളുന്ന കോളം ടോട്ടൽ എന്ന് പറയുന്നത് 28 ആണ്. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 38 × 28 ഡിവൈഡ് ബൈ 68 15.65 കിട്ടും. 65 കിട്ടും. ഇതാണ് നമുക്ക് ഒന്നാമത്തെ E എന്ന് വെച്ചാൽ 12ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15.65 ആണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടലാണ്. അങ്ങനെ കിട്ടിയ വാല്യൂ ആണ് 15.65. ദെൻ അടുത്ത നമ്മുടെ വാല്യൂ 16 ആണ്. പിന്നെ കോളത്തിലുള്ള അടുത്ത വാല്യൂ 16 ആണ്. അപ്പോൾ 30 × 28 30 ആണ് അതിൻ്റെ 16ൻ്റെ റോ ടോട്ടൽ 30 ആണ്. കോളം ടോട്ടൽ 28 ആണ്. 30 × 28 ഡിവൈഡ് ബൈ 68 12.35 കിട്ടും. ഇനി ഇതേപോലെയാണ് നമ്മൾ 4 പിന്നെ വാല്യൂസിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടിട്ടുള്ളത്. അങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസാണ് 22.35ഉം 17.64. അങ്ങനെ കിട്ടിയ വാല്യൂസിന് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടുള്ള ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂസിന് നേരെ എടുത്ത് എഴുതിയാൽ മതി.
ഫസ്റ്റ് 12ൻ്റെ നേരെ നമുക്ക് കിട്ടിയ വാല്യൂ 15.65 ആയിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ദെൻ തൊട്ടടുത്ത രണ്ടാമത്തെ വാല്യൂവിന് നേരെ നമുക്ക് കിട്ടിയത് 12.35 ആയിരുന്നു. അതിന് നമ്മൾ എഴുതി. ദെൻ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് വാല്യൂവിന് 22.35 ആണ് കിട്ടിയിരുന്നത്. നാലാമത്തെ വാല്യൂവിന് 17.64 ആണ് കിട്ടിയിരുന്നത്. ഈ 4 വാല്യൂവിന് നമ്മൾ ഇതേപോലെ കോളത്തിലേക്ക് എടുത്തെഴുതി. എന്നിട്ട് അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യാണ്. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂസ് ഏകദേശം സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയ ടോട്ടലിൽ ഏകദേശം സെയിം ആയിരിക്കും. പോയിന്റുകളുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയിന്റുകളുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതൊന്നും വേണ്ട. അതേപോലെ എന്താണോ കിട്ടിയത് അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ കിട്ടിയിട്ടുള്ളത് 2839.99. അതാണ് നമുക്ക് കോളം ടോട്ടലുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. 2 കോളത്തിൻ്റെയും ടോട്ടൽ. റോ ടോട്ടലുകളായിട്ട് കിട്ടിയിട്ടുള്ളത് 38ഉം 29.99 ആണ്. ആകെ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് 67.99 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂസ്. ഇനി ഇതിനെ നമ്മൾ ഓരോ വാല്യൂവിനുള്ള നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒന്നിച്ച് ടോട്ടലിനെ അല്ല, ഓരോ വാല്യൂവിനും തന്നെയാണ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ ഇതാണ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് നമ്മൾ ആദ്യം ഫസ്റ്റ് കോളത്തിൽ എഴുതി. സെക്കൻഡ് കോളത്തിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എഴുതി. തേർഡ് കോളത്തിൽ O-E² കണ്ടു. അതാണ് നമ്മൾ ഇക്വേഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. നമ്മൾ താഴത്തെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാം O-E² ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. അത് നമ്മൾ കണ്ടു. O-E ആണ്. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ട് അങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾ നോക്കാം. ഏകദേശം സെയിം ആണ് അല്ലേ? സെയിം വാല്യൂസ് ആണ് കിട്ടിയുള്ളത്. 13.32, 13.32, 13.32, 13.25. ഒന്നിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ്. ബാക്കിയുള്ളതൊക്കെ സെയിം എമൗണ്ടുകളാണ് കിട്ടിയുള്ളത്. ഇനി തൊട്ടടുത്ത് O-E² ഡിവൈഡ് ബൈ E. ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ്. അങ്ങനെ കിട്ടുന്ന വാല്യൂസിനാണ് നമ്മൾ നാലാമത്തെ കോളത്തിൽ എഴുതിയിട്ടുള്ളത്. 0.85, 1.07, 0.59, 0.75. ഇങ്ങനെ ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3.26 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3.26 കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയാൽ ആ വാല്യൂ ആണ് നമ്മുടെ x². പിന്നെ നമുക്ക് അതിന് വേറൊരു കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ടേബിളുകളാക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ടേബിൾ വൈസ് കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാനൊന്നുമില്ല. നമുക്ക് അതിൻ്റെ വാല്യൂ x² വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകാനുള്ളത്. നമുക്കറിയാം x² മാത്രം കിട്ടിയോണ്ട് നമുക്ക് നമ്മളെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടിട്ട് അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടാൽ അതായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒറ്റ കോളം മാത്രമാണുള്ളതെങ്കിൽ, സിംഗിൾ റോ ഉള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് n-1 എന്നുള്ള ഇക്വേഷനാണ്. വെച്ചാൽ എത്രയാണ് അതിൻ്റെ ടോട്ടൽ നോക്കിയിട്ട് എത്ര എണ്ണാണ് എന്നുള്ളത് വെച്ചാൽ അതിനൊന്ന് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സിംഗിൾ റോ അല്ല, 2 റോസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റോയുടെ എണ്ണത്തിൽ നിന്ന് കോളത്തിൻ്റെ റോയുടെ എണ്ണം കോളം എണ്ണം -1 ഇൻറ്റു റോ നമ്പേഴ്സ് -1. അതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. C-1 അതേപോലെ R-1. അപ്പോൾ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. സിയുടെ വാല്യൂ 2 ആണ്. 2 കോളംസ് ആണല്ലോ, 2 റോസ് ആണല്ലോ. അതുകൊണ്ട് 2-1 ഇൻറ്റു 2-1 1 ഇൻറ്റു 1 1 കിട്ടും. അപ്പോൾ 1ൻ്റെ ടേബിൾ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. 1ൻ്റെ ടേബിൾ വാല്യൂ അത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 5 ആണ്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 5 തന്നെയാണ് എടുക്കേണ്ടത്. പറയുകയാണെങ്കിൽ മാത്രം പറഞ്ഞത് എടുക്കുക, അല്ലെങ്കിൽ 5 തന്നെയാണ് എടുക്കേണ്ടത്. 5% സിഗ്നിഫിക്കൻറ്റ് ലെവലും എടുത്തു കഴിയുമ്പോൾ നമുക്ക് 3.841 ആണ് അതിൻ്റെ ടേബിൾ വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കമ്പാരിസൺ ആണ് നടത്തേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ കിട്ടിയ ആൻസറും നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ള x² വാല്യൂയും ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള ടേബിൾ വാല്യൂ തമ്മിലാണ് കമ്പാരിസൺ. അപ്പോൾ x² വാല്യൂ 0.26 ആയിരുന്നു. ഈ 3.26 3.884 ആണ് നമുക്ക് കിട്ടിയുള്ള വാല്യൂസ്. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ ആണ് കൂടുതൽ. സോ ഇവിടെ നമ്മളെ നമ്മളെ x² കുറവാണ്. സോ ഈ കേസിൽ നമുക്ക് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സെൻറ്റൻസിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എന്താണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എന്താണെന്നുള്ളത് സെൻറ്റൻസ് ആയിട്ട് നമുക്കിവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഹിയർ കാൽക്കുലേറ്റ് വാല്യൂസ് ലെസ് ദാൻ നൾ ഹൈപ്പോത്തസിസ്, സോ വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അങ്ങനെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താണ്, ദ ഇനോക്കുലേഷൻ ഈസ് എഫക്റ്റീവ് ടു പ്രിവെൻറ്റ് ദ TB. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ശരിയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അതിലൂടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും, ദ ഇനോക്കുലേഷൻ ഈസ് എഫക്റ്റീവ് ടു പ്രിവെൻറ്റ് ദ TB. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് നമുക്ക് X² ടെസ്റ്റുകൾ അല്ലെങ്കിൽ Chi² ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് പിന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.